എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തകളും ഇത്തരത്തിൽ ഞങ്ങൾക്ക് തരാതിരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായ അപ്ഡേറ്റുകൾക്ക്, ഏറ്റവും പുതിയ വാർത്തകൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വാർത്തകൾ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഓറഞ്ച് അലർട്ടൊക്കെ നിലവിലുണ്ടെങ്കിലും ഇതുവരെയും ഒരു വിദ്യാഭ്യാസ ജില്ലയിലും കളക്ടർ ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവധി വന്നിരിക്കുന്നത് നിപ കണ്ടെയ്ൻമെന്റ് സോൺ, നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് ഏരിയയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള വാർഡുകളിൽ മാത്രമാണ് അവധി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ കമന്റുകളായിട്ടും ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നത്, KSUവിന്റെ സ്ട്രൈക്ക് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? നാളെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു, പോസ്റ്ററുകൾ കാണുന്നു, വാട്സാപ്പ് മെസ്സേജുകൾ കാണുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ഒരു KSU സ്ട്രൈക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്കൂളുകൾക്കോ കോളേജുകൾക്കോ അല്ല, മറിച്ച് പ്രധാനമായിട്ടും പോളിടെക്നിക് സ്ഥാപനങ്ങൾക്കാണ്. പോളിടെക്നിക് സ്ഥാപനങ്ങൾക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു ഈവന്റിന് ഇടയ്ക്ക് ചെറിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോളിടെക്നിക്, കേരളത്തിലെ എങ്ങനെയുള്ള പോളിടെക്നിക്കുകൾക്ക് KSUവിന്റെ ഈ ഒരു സ്ട്രൈക്ക് നാളെ ബാധകമായിരിക്കും. അതിൽ തന്നെ ഒരു പ്രൈവറ്റ് പോളിടെക്നിക് എന്നും ഈ ഒരു സ്ട്രൈക്ക് ബാധകമാവാൻ പോകുന്നില്ല. പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള പോളിടെക്നിക് കോളേജുകളിലെ ക്ലാസുകൾ ഒരുപക്ഷെ മുടങ്ങിയേക്കും ഈ KSUവിന്റെ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അല്ലാതെ സ്കൂൾ അവധിയോ കോളേജ് അവധിയോ പൊതുവായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.